അകുല സമയാന്തസ്ഥ സമയാചാര തൽപരാ മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. അകുല, കുലം ഇല്ലാത്തവൾ അകുല. കുലം, വംശം, ദേഹം മുതലായ രീതിയിൽ ലൗകിക രീതിയിലുള്ള അർത്ഥങ്ങൾക്കെല്ലാം അതീതയായവൾ അകുല. സുഷുമ്ന നാഡിയുടെ ഊർധ്വഭാഗത്തുള്ള സഹസ്രാര പത്മം അകുല. അതിലിരിക്കുന്നതിനാൽ ദേവി അകുലയാണ്. കുലാചാരങ്ങൾക്ക് അതീതമാണ് അകുലാചാരം. നേരത്തെ നമ്മൾ കൗലം അല്ലെങ്കിൽ കുലാചാരങ്ങളെ പറ്റി പറഞ്ഞു. കുലാചാരം എന്ന് പറയുന്നത് കുലാചാരങ്ങൾക്ക് അതീതമാണ്. ഈ ജന്മത്തിൽ നമുക്കുള്ള കുലങ്ങള്, വംശങ്ങള്, ദേഹങ്ങൾ ഇതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഒന്നാണ്, അലൗകികമാണ്. അതിന് സമയാചാരം എന്ന് പറയുന്നു. സമയാചാര രൂപിണിയായവൾ അകുല. ജന്മസ്ഥലം, അമ്മയും നമ്മുടെ അമ്മയും അച്ഛനും, വംശങ്ങള്, ഇതൊക്കെ ലൗകികാർത്ഥത്തിലെ കുലം എന്നുള്ള, ലൗകികന്മാർ ഇതിനെയൊക്കെയാണ് കുലം എന്ന് പറയുന്നത്. പരാശക്തി ജനനമില്ലാത്ത അനാദിമധ്യാന്തയായ അജയാണ്, ജനിക്കാത്തവളാണ്. അതുകൊണ്ട് അവൾക്ക് ലൗകികാർത്ഥത്തിലുള്ള കുലം ഇല്ല. അവളുടെ കുലം ലൗകികാർത്ഥത്തിലുള്ള കുലമല്ല, അലൗകികാർത്ഥത്തിലുള്ള ജ്ഞാനത്തിന്റെ കുലമാണ് അവൾക്ക്. അതുകൊണ്ട് അവൾ അകുല എന്നറിയപ്പെടുന്നു. ശിവൻ അകുലമാണ്, ബ്രഹ്മം അകുലമാണ്, വിഷ്ണു അകുലമാണ്. ഇവരുടെ എല്ലാം ത്രിമൂർത്തി, ഇവരുടെ സ്ത്രീ ശക്തി ആയ ദേവിയും അകുലയാണ്. അപ്പൊ എല്ലാത്തിനും അതീത എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അകുല. സമയാന്തസ്ഥ, സമയചക്രത്തിൽ ആരൂഢയായ ദേവിയെ അന്തരപൂജ ചെയ്ത ചില ആളുകളുണ്ട്, ഋഷിമാര്. വസിഷ്ഠൻ, ശുഗൻ, സനകൻ, സനന്ദനൻ, സനത്കുമാരൻ മുതലായ ബ്രഹ്മപുത്രന്മാരായ സനകാദികള്, ഇവരൊക്കെ ശിവശക്തി സാമരസ്യ രൂപത്തോടുകൂടി വിളങ്ങുന്നവളെയാണ് സമയാന്തസ്ഥ എന്ന് പറയുന്നത്. ഹൃദയാകാശം എന്ന് പറയുന്ന ഒരു ചെറിയ ആകാശം, ഒരു ദഹരമാണത്, ചെറുതാണ് ഹൃദയാകാശം. ആ ഹൃദയാകാശത്തിൽ അവകാശത്തിൽ ചക്രത്തെ വിഭാവന ചെയ്ത്, അതായത് ഹൃദയം എന്ന ചെറിയ ആകാശത്തിൽ, ആ അവകാശത്തിന്റെ അകത്ത്, അത് നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ട ഒരു ഹൃദയം നമുക്കുണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമ്മൾ ആ ചക്രത്തെ വിഭാവന ചെയ്ത് അതിൽ മാനസ പൂജ ചെയ്യുന്ന വിധമാണ് സമയം. അതിന് ബാഹ്യാചാരങ്ങളില്ല. കൗലത്തിന് നേരത്തെ പറഞ്ഞു, കുലത്തിൻ്റെതായ ആചാരങ്ങളും കർമ്മവിധികളും ഇതൊക്കെ ഉണ്ട് കൗലാചാരത്തില്. നമ്മൾ മിക്കവാറും ആളുകൾ ആ കൗലമാണ് അനുഷ്ഠിക്കുന്നത്. പക്ഷെ സമയാചാരത്തിന് അങ്ങനെയല്ല. ഹൃദയത്തിലാണ് ഈ ചക്രത്തിനെ ഭാവന ചെയ്യുന്നത്, അല്ലാണ്ട് പുറത്തൊരു ചക്രം ഇല്ല, പുറത്ത് ബാഹ്യമായ ചക്രപൂജ ഇല്ല. ബാഹ്യമായ ചക്രപൂജ കുലം എന്നുള്ള ആചാരമാണ്. ആന്തരമായ മാനസ ചക്രപൂജ സമയാചാരമാണ്. അത് അന്തർമുഖമായ മാനസ പൂജയായ സമയം വളരെ ഉന്നതമായ ഒരു മാർഗമാണ്. സമയചക്രാരൂഢയായി ദേവിയെ അന്തരപൂജ ചെയ്തവരുടെ ശുഭാഗമ പഞ്ചകം അഥവാ സമയപഞ്ചകം 5 ഭാഗമായിട്ട് മേൽപ്പറഞ്ഞ 5 ഋഷിമാരുടെ ക്രമങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സമയാചാരത്തിൽ പ്രകാശിതമായവൾ, പ്രതിപാദിക്കപ്പെട്ടവൾ സമയാന്തസ്ഥ. ശിവൻ സമയ, ശക്തി സമയ. ഈ വിധമായ ശിവശക്തി സാമ്യം 5 വിധം. ഒന്നാമത്തേത് ചക്രം മുതലായവയുടെ പൂജയിൽ ശിവനും ശക്തിയും സമമായിട്ട് ഇരിക്കുന്നത്. രണ്ടാമത്തത് അവരുടെ അധിഷ്ഠാന സാമ്യം. മൂന്നാമത്തത് സൃഷ്ടി മുതലായ ക്രിയകളിൽ സമമായിരിക്കുന്ന അനുഷ്ഠാന സാമ്യം. അധിഷ്ഠാന സാമ്യം, അനുഷ്ഠാന സാമ്യം. പിന്നെ നൃത്യം മുതലായ ക്രിയകളിൽ സാമ്യം വരുന്നത് അവസ്ഥാന സാമ്യം. അഞ്ചാമത്തേല് നാമരൂപ സാമ്യം. അതെന്താ? ശിവൻ ശിവ, ഭൈരവൻ ഭൈരവി എന്നിങ്ങനെയുള്ള നാമസാമ്യം. ഇതാണ് 5 തരത്തിലുള്ള സാമ്യങ്ങൾ. ചക്രാദി പൂജകളിൽ സമമായി വിചാരിക്കുന്നത് അധിഷ്ഠാന സാമ്യം, അനുഷ്ഠാന സാമ്യം, അവസ്ഥാന സാമ്യം, നാമരൂപ സാമ്യം. ഇങ്ങനെ 5 തരം സാമ്യങ്ങളിലെ ശിവശക്തി സാമ്യം നമ്മൾ മനസ്സിൽ ധരിക്കണം. അതിൽ ഈ നാമം പറയുമ്പോൾ അതിൻ്റെ കൂടെ വർണ്ണങ്ങളും ഉണ്ട്. ചുവപ്പ് നിറമുള്ള ദേവന് ചുവപ്പ് നിറമുള്ള ദേവി, അങ്ങനെ വർണ്ണസാമ്യങ്ങളും ഉണ്ട്. അന്ത എന്നതിന് അന്തർഭാഗം അല്ലെങ്കിൽ സ്വരൂപം, ഉള്ളിലുള്ള നമ്മുടെ സ്വന്തം സ്വരൂപം, സ്വസ്വരൂപം അന്തർഭാഗമാണ് എന്നർത്ഥമുണ്ട്. ഇനി 6 ചക്രങ്ങളിൽ ശിവശക്തി സ്വരൂപങ്ങളിൽ ഉണ്ടാവുന്ന 5 വിധ സാമ്യങ്ങൾ ഉണ്ട്. അത് ഒരു ടേബിൾ രൂപത്തിൽ കൊടുക്കാനാണ് എൻ്റെ ഭാഷ്യത്തിൽ ഞാനൊരു ടേബിൾ മാതിരിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വായിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ടേബിൾ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അധിഷ്ഠാനം, ഇനി നമ്മൾ ആദ്യം അധിഷ്ഠാനം, ആജ്ഞാചക്രം എന്നുള്ള അധിഷ്ഠാനം. അതിൽ രൂപം ഒളിമയമായ ചൈതന്യമയമായ രൂപമാണ്. അതിൻ്റെ അനുഷ്ഠാനം എന്താ? മോക്ഷമാണ് അനുഷ്ഠാനം.
നാമം പരൻ പരാ എന്ന നാമസാമ്യത്തിൽ. അവന്റെ അവസ്ഥാനം എന്താ? ആനന്ദം, പരമാനന്ദം മാത്രമാണ് ആജ്ഞാചക്രത്തിലുള്ള അവസ്ഥാനം. പിന്നത്തെ അധിഷ്ഠാനം ഇവിടെ വിശുദ്ധി. വിശുദ്ധി ചക്രത്തിൽ സ്ഫടിക നിറം, സ്ഫടികത്തിന്റെ നിറം, ആകാശ സൃഷ്ടി, ശിവൻ ശിവ എന്നാണ് നാമം. അതിൻ്റെ അവസ്ഥാനം ഇരുട്ടകറ്റലാണ്. ഇരുട്ടിനെ അകറ്റുന്ന ഒരു സ്ഫടികം പോലെ ഇരുട്ടകറ്റുന്നത് എന്നാണ് അർത്ഥം. അനാഹതം വെളുപ്പ് നിറം, വായുവാണ് സൃഷ്ടി, അനുഷ്ഠാനം. നാമം ഹംസ ഹംസി എന്നാണ്. അവസ്ഥാനം എന്താ? വിദ്യകളെ വ്യാപിപ്പിക്കലാണ് വായുവിൻ്റെ. അനാഹതത്തിലുള്ള വിദ്യ എന്ന് പറഞ്ഞ ഹൃദയമാണല്ലോ അത്. മണിപൂരത്തിന് മിന്നൽ നിറം, സൗദാമിനി സന്നിഭം, ജലാണ് സൃഷ്ടി, അനുഷ്ഠാനം ജലമാണ്. നാമം തടിത്വാൻ തടിത്വതി, അതായത് സരസ് സരസ്വതി അതിലാണ് വരുന്നത് മണിപൂരത്തിൽ. അവസ്ഥാനം എന്താ? ജലം എന്താ ചെയ്യുക? താപം കുറച്ച് തരും. നമ്മുടെ താപങ്ങളെ കുറച്ച് തരലാണ്, തണുപ്പിക്കും, നമ്മളെ കുളിർമ തരും. സ്വാധിഷ്ഠാനം എന്നുള്ള അധിഷ്ഠാനത്തിൽ രൂപം അഗ്നിവർണം, അനുഷ്ഠാനം അഗ്നിസൃഷ്ടി, നാമം മഹാൻ മഹതി, അവസ്ഥാനം ലോകദഹനം, പിന്നെ മൂലാധാരം അധിഷ്ഠാനം. അതിലത്തെ രൂപം ചുവപ്പ് രൂപം, അനുഷ്ഠാനം ലോകപിതാക്കളായ പ്രജാപതിമാരുടെ സൃഷ്ടി, പ്രജാപതി സൃഷ്ടി. നാമം സമയൻ സമയ, അവസ്ഥാനം നൃത്യം നടനം, അതാണ് അതിൻ്റെ അവസ്ഥാനം മൂലാധാരത്തിൻ്റെ. ഇതിങ്ങനെയാണ് ഈ 6 അധിഷ്ഠാനങ്ങളിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഈ 5 വിധ സാമ്യങ്ങൾ അഭേദാവസ്ഥകളെ അറിഞ്ഞ് ശിവശക്തികളെ അഭേദമായി ധ്യാനിച്ച് ഹൃദയാകാശത്തിൽ സാക്ഷാത്കരിക്കുന്നതിൻ്റെ മുഴുവൻ